അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹുസാവ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മക്കത്താട്ടോ. ഞമ്മങ്ങ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന മലയാളി ഹാജിമാരുടെ ആദ്യ സംഘം ഇന്ന് മക്കത്തെത്തിട്ടോ. ഇന്ന് രാവിലെ 3:50 ജിദ്ദയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ഹാജിമാർ 166 ഹാജിമാർ ഇന്ന് 182 ബിൽഡിങ്ങിൽ ഹജ്ജിലെ 182 ബിൽഡിങ്ങിലേക്ക് ഇന്ന് എത്താണ് കേട്ടോ. 3:50 ജിദ്ദയിൽ അവർ ഫ്ലൈറ്റ് ഇറങ്ങിയത്. അവരെ സ്വീകരിക്കാനായിട്ട് KMCCൻ്റെ വളണ്ടിയേഴ്സ് ജ്യൂസും മറ്റ് ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക കേട്ടോ. അവരുടെ ബസ്സാണ് ഇപ്പോൾ വന്ന് ഇറങ്ങുന്നത്. ഈ 182 ബിൽഡിങ്ങിലേക്കാണ് 166 ഹാജിമാർ ഈ ഫ്ലൈറ്റിലുള്ള കേട്ടോ. ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇപ്പോൾ വന്ന ഫ്ലൈറ്റിലുള്ള 166 ഹാജിമാരും ഈ 182 ബിൽഡിങ്ങിലാട്ടോ ഉള്ളത്. ഈ 11:45 ഒരു ഫ്ലൈറ്റ് വരാനുണ്ട്. അതിൽ 81 ഹാജിമാരും ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് വരുന്നത്. പിന്നീട് 11:45 ജിദ്ദയിൽ വന്നിറങ്ങുന്ന ഫ്ലൈറ്റിലെ 250 ഹാജിമാരുണ്ട്. അത് 103 ബിൽഡിങ്ങിലാട്ടോ. 103 ബിൽഡിംഗ് നമ്പർ 103 അവർ വരാനുള്ളത്. അടുത്ത സമയത്തുള്ളിൽ അവർ ഇവിടെ എത്തും. ഇപ്പം 182 ബിൽഡിങ്ങിലേക്കുള്ള ഹാജിമാരാണ് ഇപ്പോൾ വന്ന് ഇറങ്ങിയത് കേട്ടോ. അവർ സ്വീകരിക്കാനായിട്ട് വളണ്ടിയേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ KMCCൻ്റെ വളണ്ടിയേഴ്സ് സജീവമായിട്ടുണ്ട് കേട്ടോ. അവർക്കുള്ള ഭക്ഷണവും ജ്യൂസും എല്ലാം കൊടുത്ത് അവരെ സ്വീകരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാവും. ഈ ഫസ്റ്റ് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയ ആളുകളാട്ടോ. കേരളത്തിൽ നിന്ന് നമ്മളെ കരിപ്പൂർ നിന്ന് ഫസ്റ്റായിട്ട് ഈ 2024 ഹജ്ജിൻ്റെ ഫസ്റ്റ് ഹാജിമാരാണ് കേട്ടോ ഇന്നിപ്പോൾ മക്കത്ത് വന്നിറങ്ങിയത്. രാത്രി 3:50 കേട്ടോ. രാവിലെ 3:50 അവർ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയത് കേട്ടോ ജിദ്ദയിൽ. അപ്പോൾ ഹാജിമാരെ സ്വീകരിക്കുന്ന ഇതാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അസീസിയയിലാണ് അവരുടെ താമസ സൗകര്യം ഒരുക്കിയത്. നമ്മുടെ ഒരുവിധം ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും ബിൽഡിങ്ങൊക്കെ കൂടുതലും ഇന്ത്യൻ ഹാജിമാരുടെ കൂടുതൽ ബിൽഡിങ്ങുകളും അസീസിയയിലായിട്ടാണ് ഉള്ളത്. 182 ബിൽഡിങ്ങിലേക്കാണ് ഈ ഫസ്റ്റ് കേരളത്തിൽ നിന്ന് ഫസ്റ്റ് വരുന്ന മലയാളി ഹാജിമാരുടെ ബസ് ബിൽഡിംഗ് ആട്ടോ. അത് 182. ഒരു 166 ഹാജിമാരാണ് ഈ ബിൽഡിങ്ങിലുള്ളത്. ഇനി ഇന്ന് 11:45 വരാനുള്ള ഫ്ലൈറ്റിലെ 250 ഹാജിമാരാട്ടോ ഉള്ളത്. അത് 103 ബിൽഡിങ്ങിലേക്കാണ് അവരുടെ ബിൽഡിങ് 103 കേട്ടോ. പിന്നെ 182 ബിൽഡിങ്ങിലേക്കുള്ള ഹാജിമാരാണ് ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ പ്രാവശ്യം വരാൻ കഴിയാത്തവർക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാഹ് എത്താനും തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. വന്ന ഹാജിമാർക്ക് റാഹത്തോടെ അള്ളാഹു കബൂലാക്കുന്ന രീതിയിൽ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് അവർക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് മക്കത്തും മദീനത്തൊക്കെ പോയി സിയാറത്തുകളെല്ലാം ചെയ്യാനുള്ള തൗഫീഖ് അവർക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമ്മുടെ ചാനലിലെ എല്ലാവർക്കും ഇതുപോലെ ഹജ്ജും ഉംറയും ചെയ്യാനും മക്കത്ത് വരാനും ഉള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഹാജിമാർക്കൊക്കെ അങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അവരെയൊക്കെ സ്വീകരിച്ച് ഓരോ റൂമുകളിലേക്കാക്കി അവർക്ക് നിശ്ചയിച്ച റൂമുകളിലേക്കാക്കാനുള്ള പരിപാടി അച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ വളണ്ടിയേഴ്സൊക്കെ. KMCCൻ്റെ വളണ്ടിയേഴ്സ് ഒരുപാടുണ്ട്. KMCCൻ്റെ വളണ്ടിയേഴ്സാണ് അവർക്ക് പ്രത്യേകം ഭക്ഷണങ്ങളും അവർക്ക് ജ്യൂസുകളൊക്കെ നൽകുന്നത്. അതുപോലെ SKSFൻ്റെയും SSFൻ്റെയും RSC MSSFൻ്റെയും എല്ലാം വളണ്ടിയേഴ്സ് ഉണ്ട്. എല്ലാവരും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഹാജിമാർക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ വളണ്ടിയേഴ്സിനൊക്കെ അള്ളാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. അവർ ചെയ്യുന്ന ഈ സഹായം അള്ളാഹു കബൂലാക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. ഈ അസീസിയെന്ന് ഇവർക്കിപ്പം ഹർമിൻ്റെ അടുത്തേക്ക് കുറച്ച് പോകാനുണ്ട് കേട്ടോ. ഒരു 5 കിലോമീറ്ററോളം ഉണ്ടാവും എന്നുള്ളതാണ് ഒന്ന്. അവിടേക്കുള്ള പ്രത്യേക വാഹനങ്ങളുണ്ട്. അവർക്ക് ബസ്സുകളുണ്ടാവും. മുത്തവാഫിൻ്റെ തന്നെ ബസ്സുകളുണ്ട്.
ആ ബസ്സുകളിൽ കയറി ഓരോ ബസ്സിനും ഹറമിൽ പോകാനും അതേപോലെ അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഹറമിൻ്റെ അടുത്തേക്ക് തന്നെ ഉണ്ട് ബസ് സ്റ്റാൻഡ്. ഹറമിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ കയറ്റം പോയി അവിടെ ബസ് ഇറങ്ങി അവിടെ ഹറമിൽ പോയി നിസ്കരിച്ച് നമുക്ക് ആ ബസ് സ്റ്റാൻഡിൽ തന്നെ നിന്നിട്ടാണെങ്കിൽ നമ്മൾ ബിൽഡിങ് നിൽക്കുന്നിടത്തേക്കുള്ള ബസ് അവിടുന്ന് കിട്ടും. ഓരോ ബിൽഡിങ്ങിൻ്റെ നമ്പർ നമ്മൾ മനസ്സിൽ വെക്കണം. അതുപോലെ ഈ ഓരോ ഭാഗങ്ങളിലേക്കുള്ള ബസ്സിന് നമ്പറുകളാണ് ഉണ്ടാകുക. നമ്മളെ ഏകദേശം നമ്മളെ ബിൽഡിങ് നിൽക്കുന്നിടത്തേക്കുള്ള ബസ് റൂട്ടിൻ്റെ നമ്പറുകൾ നമ്മൾ മനസ്സിൽ കരുതണം. ആ ബസ് നമ്പറിലാണ് നമ്പറുള്ള ബസ്സിലാണ് നമ്മൾ കയറേണ്ടത്. അതാകുമ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ റൂമിൻ്റെ അടുത്തേക്ക് ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്ന ബസ്സായിരിക്കും. അപ്പോൾ ഓരോ ഭാഗങ്ങളിലേക്കുള്ള ബസ്സിനും നമ്പറുകൾ ഉണ്ടാവും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഫസ്റ്റ് വന്ന ഹാജിമാരാണ് ഇപ്പോൾ ഇത്. നമ്മളെ കേരളത്തിൽ നിന്ന് മലയാളീസ് ഹാജിമാർ ഫസ്റ്റ് സംഘമാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് വന്നിറങ്ങിയത്. നല്ല റാഹത്തായിട്ടാണ്. അൽഹംദുലില്ലാഹ് റാഹത്താണ്. ഹാജിമാരൊക്കെ നല്ല റാഹത്തിലാണ് ഉള്ളത്. ആ റാഹത്ത് നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അവരൊക്കെ ഉണ്ടോ മുത്തവഫിൻ്റെ ആളുകളൊക്കെ അവരെ ആദരവോടെ സ്വീകരിച്ചുകൊണ്ടാണ് ബിൽഡിങ്ങിലേക്ക് സ്വീകരിക്കണം കേട്ടോ. ഹാജിമാർ ഒരുപാട് കാലത്തെ മോഹങ്ങൾ കൊണ്ട് ഹജ്ജ് ചെയ്യാത്ത ആളുകളായിരിക്കും. ഇതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഈ ചാനലിലുള്ള എല്ലാവർക്കും ഇതുപോലെ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ് റാഹത്താണ്. അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഹാജിമാർ അറഫ, മീന, മുസ്ദലിഫ അവരെല്ലാം പോയി റാഹത്തോടെ ഹജ്ജ് മുഴുവനായി ചെയ്ത് നാട്ടിലെത്താനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് നൽകട്ടെ. (11:45) ജിദ്ദയിൽ ഇറങ്ങുന്ന ഫ്ലൈറ്റിലിറങ്ങുന്ന ഹാജിമാർ 250 ഹാജിമാരുണ്ട്. അവർ 103 ബിൽഡിംഗ് നമ്പറിലാണ്. ആ ബിൽഡിങ്ങിന് അവിടേക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കുള്ള ബസ് സമയത്തിനുള്ളിൽ അങ്ങോട്ടെത്തും. അവിടെ 250ഓളം ഹാജിമാരാണ് ആ ബിൽഡിങ്ങിലുള്ളത്. അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണ സൗകര്യങ്ങളും അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരെ സ്വീകരിക്കാനായിട്ട് വോളണ്ടിയേഴ്സും ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഹാജിമാർ ഹജ്ജ് ചെയ്യാനുള്ള സന്തോഷത്തോടെ വന്ന ആളുകളാണ്. പക്ഷേ അവിടെ ഹജ്ജ് കബൂലാക്കണേ അല്ലാഹ്. അവിടെ ഹജ്ജും ഉംറയും ഇന്ന് സ്വീകരിക്കുന്ന ഒരു അമലാക്കി മാറ്റണേ റഹ്മാനെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. ഇന്ന് ഫസ്റ്റ് വന്ന മലയാളീസ് ഹാജിമാരുടെ സംഘമാണിത്. ഇതിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഹാജിമാരൊക്കെ ഉണ്ടാവും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം. നിങ്ങൾക്ക് നിങ്ങളെ വേണ്ടപ്പെട്ട ഹാജിമാരൊക്കെ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് കാണാൻ കഴിയുന്നതാണ്. ഇതുപോലെയുള്ള മക്കത്തെയും മദീനത്തെയും വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.